ഹായ് ഫ്രണ്ട്സ്, HSIയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടു. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞു. എന്റെ ഇന്റർവ്യൂ ഡേറ്റ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന ആശങ്കയിലാണോ നിങ്ങൾ? എന്നാൽ ഇനി ആശങ്കപ്പെടേണ്ട. ജൂലൈ മാസത്തെ ഇന്റർവ്യൂവിന്റെ കലണ്ടർ കൂടെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. ഓക്കെ, അതേപോലെ തന്നെ PSCയുമായി ബന്ധപ്പെട്ട നമ്മുടെ അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ ലഭിക്കാനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ HSI ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ? അപ്പൊ അതിൽ നിന്നും ഒരു റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോയിട്ടോ കാര്യമുണ്ടോ? ഇല്ല അല്ലെ? കൃത്യമായ ഗൈഡൻസോട് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിലോ അത് അടിപൊളിയാവും അല്ലെ? അപ്പൊ നിങ്ങളെ ഒരു നല്ല റാങ്കിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇതാ HSI ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെക്കോർഡഡ് ബാച്ചുകൾ ഇത് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഒരു ഇന്റർവ്യൂവിന് എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, അവരെങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ചോദിക്കും, അതിൽ എങ്ങനെയുള്ള മറുപടിയാണ് നമ്മൾ നൽകേണ്ടത്, നമ്മൾ നൽകുന്ന മറുപടിയിൽ ഉൾപ്പെടുത്തേണ്ട കീവേഡ്സുകൾ, പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ടീച്ചിങ് ക്വാളിറ്റിയും ടീച്ചിങ് എബിലിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവരിൽ നിന്നും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷൻസിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, ഒരു ഉയർന്ന റാങ്ക് തന്നെ ഉറപ്പിക്കുക. അപ്പൊ ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന ഇന്റർവ്യൂ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് HSI മലയാളംകാർക്ക് വന്നിട്ടുണ്ട് അല്ലെ? HSI മലയാളംകാർക്ക് 15 ആളുകൾ വീതമുള്ള സ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു മോർണിംഗ് സ്ലോട്ടും ഒരു ആഫ്റ്റർനൂൺ സ്ലോട്ടും ആണ് വരുന്നത്. അപ്പൊ അതില് നമ്മുടെ സ്ലോട്ട് ഏതാണ് എന്നറിയാൻ, അതായത് നമുക്ക് പറഞ്ഞല്ലോ ഈ 15 ആളിൽ ഏത് 15ലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ടെൻഷൻ. അതറിയാൻ നിങ്ങളുടെ PSC പ്രൊഫൈലാണ് ചെക്ക് ചെയ്യേണ്ടത്. PSC പ്രൊഫൈലിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് ഏത് ദിവസം എത്ര മണിക്കാണ് ഇന്റർവ്യൂ എന്നുള്ളത് നമുക്ക് മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ബയോഡാറ്റ ഫില്ല് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂരിപ്പിച്ച് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലെ? അപ്പോൾ നമുക്ക് വരുന്നതിൽ ഈ സ്ലോട്ടുകൾ അലോട്ട് ചെയ്തിരിക്കുന്നതിൽ ഒന്നാം തീയതി, 2-ാം തീയതി, അതേപോലെ തന്നെ 3-ാം തീയതിയിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2 സ്ലോട്ടുകൾ വീതമാണ് ഇപ്പൊ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 8-ാം തീയതി 1, 2, 3, 8, 9-ാം തീയതിയും എന്ത് ചെയ്യുന്നുണ്ട്, മലയാളത്തിന് സ്ലോട്ടുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1, 2, 3, 8, 9 ഇത് HSI മലയാളംകാരുടെ ഇന്റർവ്യൂവിന് വേണ്ടി സ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് ഓക്കെ 10-ാം തീയതിയും നമുക്ക് 8, 9 കഴിഞ്ഞ് പിന്നെ 10-ാം തീയതിയും നമുക്ക് മലയാളത്തിനുള്ള സ്ലോട്ടുകൾ വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ഏതാണ്? HSI ഹിന്ദിക്കുള്ള സ്ലോട്ടുകളാണ്. 15, അതേപോലെ തന്നെ 16, 17. അപ്പൊ അടുത്തത് വരുന്ന ഹിന്ദിയുടെ സ്ലോട്ടുകളാണ്. 15, 16, 17 തീയതികളിലായിട്ട് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് 2 സ്ലോട്ടുകൾ വീതം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ദിവസങ്ങളിലും 15 ആളുകൾ വീതമാണ് ഓരോ സ്ലോട്ടിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അതുകൂടാതെ തന്നെ സയന്റിഫിക് ഓഫീസർ, കെമിക്കൽ എക്സാമിനേഴ്സ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ കെമിസ്റ്റ്, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, ജൂനിയർ ഇൻസ്ട്രക്ഷൻ മെഷീനിസ്റ്റ്, അതിനെല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അവരുടെ അലോട്ട്മെന്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്സാമുകൾ എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ദെൻ ഫിംഗർ പ്രിന്റ് സെർച്ചർ, പോലീസ്, അതേപോലെ ബ്യൂറോയില് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ, ജൂനിയർ ഇൻസ്ട്രക്ടർ. ദെൻ ഹിന്ദിയുടെ ഇന്റർവ്യൂ വരുന്നത് 29-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ, 29-ാം തീയതിയാണ് വരുന്നത്. ആ ദിവസവും 2 സ്ലോട്ടുകളാണ്. 29-ന് അതായത് മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷനും 15 വീതം ആളുകൾക്ക് 604/2024 തസ്തികയിൽ കാറ്റഗറി നമ്പറോട് കൂടി ഹിന്ദി HSI എഴുതിയ ആളുകൾക്കുള്ള ഇന്റർവ്യൂ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന സ്ലോട്ട് 30-ാം തീയതിയാണ്. ഓക്കെ, അതിൽ 30-ാം തീയതി എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിന്റ് സെർച്ചറും അസിസ്റ്റന്റ് ഇൻഷുറൻസും ജൂനിയർ ഇൻസ്ട്രക്ടർ, ദെൻ ഹിന്ദി. ഓക്കെ, ഹിന്ദിയും അതേപോലെ തന്നെ ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ട്. അതെപ്പോഴാണ്? 30 കേട്ടോ. 29, 30 തീയതികളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദിയുടെ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. മറ്റുള്ള തസ്തികൾ മറന്നു പോകരുത്. അതേപോലെ 31-ാം തീയതിയും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തിരുവനന്തപുരം നോക്കി അല്ലെ? ഇത്രയും ഡേറ്റുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? മലയാളവും ഹിന്ദിയാണ്. ഇത് നമ്മൾ നോക്കുന്നത് KPSC ഡിസ്ട്രിക്ട് ഓഫീസ് കൊല്ലത്ത് വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 15-ാം തീയതിയാണ് കേട്ടോ. 15 ലബോറട്ടറി ടെക്നീഷ്യനും ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന്റെ ഒക്കെ ഇന്റർവ്യൂ ആണ് 15, 17 തീയതികളിലൊക്കെ നടക്കുന്നത്. പത്തനംതിട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2ന്റെയും അതേപോലെ തന്നെ നമുക്ക്
പത്തനംതിട്ട ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസും ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിന്റെ 9, 10 HSA സോഷ്യൽ സയൻസിന്റെ പത്തനംതിട്ട ജില്ലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിന്റെ 9-ാം തീയതിയും 10-ാം തീയതിയുമാണ് സ്ലോട്ട്സ് അലൗട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സ്ലോട്ടില്, അതായത് 9-ാം തീയതി വരുന്ന സ്ലോട്ടിൽ മോർണിംഗിൽ വരുന്നത് 16 കാൻഡിഡേറ്റ്സും ആഫ്റ്റർനൂൺ സെഷനിൽ 11 കാൻഡിഡേറ്റ്സും ആണ്. ഓക്കെ, അതേപോലെ 10-ാം തീയതി വരുന്ന 9:30 ആകെ 10 സ്ലോട്ടുകളാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ബാലൻസ് ഒന്നുമില്ല, അതോടുകൂടി അത് ക്ലോസ് ആവുകയാണ്. ദെൻ 11:30 സെക്കൻഡ് സ്ലോട്ട് വരുന്നുണ്ട്. അത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്നും എക്സാം എഴുതിയ ആളുകൾക്കുള്ള 15 ആളുകളാണ്. ആ ആലപ്പുഴയിൽ ബാലൻസ് ഇനി 90 ആളുകൾക്കും കൂടെ ഡേറ്റ് വരാനുണ്ട് കേട്ടോ. അപ്പൊ 15 ആളുകൾക്ക് മാത്രമാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ എഴുതിയ ആളുകൾക്ക് പത്തനംതിട്ടയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി KPSC ഡിസ്ട്രിക്ട് ഓഫീസ് ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോൾ അതിൽ 29, 30 തീയതികളിലായിട്ട് സ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. 29, 30, 31 തീയതികളിലായിട്ട് HSA മലയാളത്തിന്റെ സ്ലോട്ടുകൾ 15 വീതമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ബാലൻസ് നില്ലാവുന്ന 31-ാം തീയതിയോടുകൂടി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ മലയാളത്തിലുള്ള ആളുകളുടെ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ എറണാകുളം ഡിസ്ട്രിക്ട് നോക്കുന്ന സമയത്ത് HSA നാച്ചുറൽ സയൻസിന്റെ 8, 9, 10 തീയതികളിലായിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 15 വീതം സ്ലോട്ടാണ്. ആ 10-ാം തീയതിയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ കേട്ടോ. ദെൻ നമുക്കിനി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുള്ള ഫാർമസിസ്റ്റ് വേക്കൻസികൾക്കെല്ലാം ഇന്റർവ്യൂ വരുന്നത് 15, 16 തീയതികളിലാണ്. അതേപോലെ ഗ്രേഡ് 2 നേഴ്സിന്റെ ആണെങ്കിൽ 17-ാം തീയതിയാണ് ഇന്റർവ്യൂ വരുന്നത് കേട്ടോ. അതേപോലെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതിയവരുടെ ഇന്റർവ്യൂ വരുന്നത് 22, 23, 24 തീയതികളിലായിട്ടാണ്. ദെൻ ഹൈസ്കൂൾ ടീച്ചർ മലയാളം പാലക്കാട് ജില്ല 15-ാം തീയതിയാണ് ഇന്റർവ്യൂ വരുന്നത് പാലക്കാട് ജില്ലയുടെ. അപ്പൊ HSA മലയാളം എഴുതിയിട്ടുള്ള ആളുകൾക്ക് 9:30-നും 12 മണിക്കും 2 സ്ലോട്ടുകളാണ്. മൊത്തം 30 ആളുകൾക്ക് 15, 15 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് 16-ാം തീയതി അതേപോലെ തന്നെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 15 വീതം സ്ലോട്ടുകൾ ഇട്ടിട്ട് 15, 16, 17 അതേപോലെ തന്നെ 22, 23 തീയതികളിലൊക്കെയാണ് വരുന്നത്. ഇതിൽ 22-ാം തീയതി ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് നാച്ചുറൽ സയൻസിന്റെയും 23-നും 2 സ്ലോട്ടുകളും നാച്ചുറൽ സയൻസിനുണ്ട്. അപ്പൊ 22, 23, 24 തീയതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ സയൻസിന്റെ പാലക്കാട് ജില്ലയിലെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ 29-ാം തീയതി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെയും 30-ാം തീയതിയും ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെയും 31-ാം തീയതിയും പാലക്കാട് സാൻസ്ക്രിറ്റ് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെയും ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ നോക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിന്റെ ഇന്റർവ്യൂ ആണ് 1, 2, 3, 22 അതേപോലെ 23, 24 തീയതികളിലായിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ മാത്തമാറ്റിക്സ് HSA മാത്സിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഓക്കെ, 15 വീതം ആളുകളുടെ സ്ലോട്ടാണ്, ഞാൻ വെറുതെ എടുത്തെടുത്തെടുത്ത് പറയുന്നില്ല. KPSC റീജിയണൽ ഓഫീസ് കോഴിക്കോടിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതിയ HSA മാത്തമാറ്റിക്സ് എഴുതിയ ആളുകൾക്ക് ജൂലൈ 1-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് റീജിയണൽ ഓഫീസിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ സ്ലോട്ട് എവിടെയാണ് എന്നുള്ളത് നോക്കണം കേട്ടോ, ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നത് 1, 2, 3, 29, 30 ഈ തീയതികളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, HSA മാത്സ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതിയ ആളുകൾക്ക് സ്ലോട്ടുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. 15 വീതം ആളുകളാണ് സ്ലോട്ടുകൾ. ഈ 31-ാം തീയതി ഫിനിഷ് ആവുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 30 ആളുകൾ മാത്രമാണ് ബാലൻസ് ഉണ്ടാവുക. ബാക്കിയുള്ളവരുടെ ഇന്റർവ്യൂ പൂർത്തിയാക്കിയിരിക്കും. ഓക്കെ, ദെൻ കോഴിക്കോട് ജില്ലയുടെ നോക്കുമ്പോൾ 15-ാം തീയതി നടക്കാനിരിക്കുന്ന ഫാർമസിസ്റ്റുകളുടെ ആണ്. അതേപോലെ 16 ഫാർമസിസ്റ്റ് തന്നെയാണ്. 17 ഫാർമസിസ്റ്റും ലബോറട്ടറി അസിസ്റ്റന്റേയും ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ നമുക്ക് 1, 2 അതേപോലെ തന്നെ 3 തീയതികളിലായിട്ട് സോഷ്യൽ സയൻസ് HSAയുടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ 15 വീതം സ്ലോട്ടുകൾ വരുമ്പോൾ തന്നെ അത് അവിടെ ക്ലോസ് ആവാണ്. വയനാട് ജില്ലയുടെ ബാലൻസ് നില്ലാണ് വരുന്നത് കേട്ടോ, 3-ാം തീയതി വരെയാണുള്ളത്. ദെൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ നോക്കുന്ന സമയത്ത് നമുക്ക് HSA മലയാളത്തിന് 10-ാം തീയതി, 29-ാം തീയതി, 30 അതേപോലെ 31 തീയതികൾ. ഓക്കെ, എത്രയൊക്കെയാണ് ഒന്നുകൂടെ പറയാം, 10, 29, 30, 31 തീയതികളിലായിട്ടാണ് HSA മലയാളത്തിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. അതോടുകൂടി കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ മലയാളം HSAയുടെ ലിസ്റ്റിലുള്ള ആളുകളുടെ ഇന്റർവ്യൂ പൂർത്തിയാകുന്നതാണ് ഈ 31 കൂടി, അതായത് ജൂലൈ 31 കൂടി.
ദെൻ കാസർഗോഡ് ജില്ല നോക്കുന്ന സമയത്ത് നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിൽ ബൈ ട്രാൻസ്ഫറിൽ വരുന്നതിൽ 1-ാം തീയതി ആണ് അവർക്ക് ഇന്റർവ്യൂ നൽകുന്നത്. 11 ആളുകളുടെ ഇന്റർവ്യൂ ഒന്നിച്ച് അവിടെ കംപ്ലീറ്റഡ് ആവും. ദെൻ 11 മണിക്കുള്ള സ്ലോട്ടിലാണ് ജനറൽ വിഭാഗത്തിലുള്ള, അതായത് നമ്മുടെ നോർമലി ബൈ ട്രാൻസ്ഫർ അല്ലാതെ ജനറലി എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ നടക്കുക. കാസർഗോഡ് ഡിസ്ട്രിക്ട് മലയാളം മീഡിയം. അതേപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് 2, 3 തീയതികളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളവരുടെയും നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 3-ാം തീയതി ഇന്റർവ്യൂ സോഷ്യൽ സയൻസിന്റെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കഴിയുമ്പോൾ 90 ആളുകളുടെ അവിടെ ബാലൻസ് നിൽക്കുന്നുണ്ട് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ബാക്കി ഡേറ്റുകൾ എന്ത് ചെയ്യും, പുറകെ തന്നെ വരും. ഓക്കെ, അപ്പൊ അത് എത്തുന്ന മുറയ്ക്ക് എന്ത് ചെയ്യാം, നമ്മൾ അപ്ഡേറ്റ് കൂടെ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ നിങ്ങളുടെ PSC പ്രൊഫൈൽ വഴി തന്നെയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ അപ്ഡേറ്റ്സിനായിട്ട് PSC പ്രൊഫൈൽ ഒന്ന് റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കൃത്യമായ ഡേറ്റും ബാക്കിയുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുക. അതേപോലെ തന്നെ ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ PDF കൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ PSC അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസും ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഓക്കെ, മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്